ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആമസോൺ ഫയർ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അപ്പം ആമസോൺ ഫയർ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സാധാരണ ടി വി സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പം നിങ്ങളുടെ നോർമൽ ടി വി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്താൽ നമ്മുടെ ടി വി സ്മാർട്ട് ടി വി ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പം അതിൽ നമുക്ക് ആമസോൺ പ്രൈമും ഹോട്ട്സ്റ്റാറും നെറ്റ്ഫ്ലിക്സും ഇതൊക്കെ കാണാവുന്നതാണ്. അപ്പം നല്ലൊരു ഡിവൈസാണ്. ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം കുറഞ്ഞ വിലയുടെ ഒരു ഡിവൈസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അത് മേടിച്ചാൽ നിങ്ങളുടെ ടി വിയും സ്മാർട്ട് ടി വി ആയിട്ട് കണക്ട് ആവുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ ഫയർ സ്റ്റിക്ക് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ആ ഒരു ബോക്സിൽ നിന്ന് ഈ ഒരു ആമസോണിൻ്റെ ആ ഒരു സ്റ്റിക്ക് എടുക്കുക. ആമസോണിൻ്റെ സ്റ്റിക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ചാർജറും ഉണ്ടാവും. അപ്പം ചാർജറിലോട്ട് ഒരു വയർ കണക്ട് ചെയ്യുക. അപ്പം വയർ ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു എൻഡ് ഇതിലോട്ട് കണക്ട് ചെയ്യുക. ഇപ്പം ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള സ്പോട്ട് ലഭിക്കുന്നുണ്ട്, അത് കണക്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ടി വിയുടെ ബാക്കിൽ HDMI പോർട്ട് ഉണ്ടാവും, അതിലോട്ട് ഇത് കണക്ട് ചെയ്യണം. അപ്പം എൻ്റെ ടി വിയിൽ ഇതാണ് HDMI പോർട്ട്. എത്ര കാണുന്നുണ്ട് എന്നറിയില്ല, എന്തായാലും ഇവിടെ മുകളിൽ HDMI പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു HDMI പോർട്ട് എന്ന് എഴുതിയതിൻ്റെ ഭാഗത്തോട്ട് ഇത് കണക്ട് ചെയ്യുക. ഇനിയിപ്പം വാൾ മൗണ്ടഡ് ടി വി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് കണക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസ് എക്സ്ട്രാ ഇതിൻ്റെ ബോക്സിൽ വരുന്നുണ്ട്, അതും കൂടി കണക്ട് ചെയ്യുക. അപ്പം ഇതിങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിരിക്കും. എന്തായാലും ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു അഡാപ്റ്റർ ഒരു പ്ലഗിലോട്ട് കുത്തുക. അപ്പം ഞാൻ ഒരു പ്ലഗിലോട്ട് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മുടെ ടി വി ഓണാക്കുക. ടി വി ഓണാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടി വി HDMIയിൽ ഇടണം. ഇപ്പം ടി വിയുടെ കാര്യത്തിൽ ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് അതിൽ ചേഞ്ചസ് വരുന്നതായിരിക്കും. അപ്പം അതിന് നിങ്ങളുടെ ടി വിയുടെ റിമോട്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ടൈപ്പ് ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ടി വിയുടെ റിമോട്ടിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിൽ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിൽ HDMI എന്നുള്ളതുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നമ്മുടെ ആമസോൺ ഫയർ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഓണായിട്ട് വരുന്നതായിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ റിമോട്ടിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബട്ടനാണ് അവർ പ്രസ് ചെയ്യാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ഹോം ബട്ടന്. ആ ഒരു ഹോം പോലത്തെ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ പ്ലേ സ്റ്റോപ്പ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും, അതിൽ പ്രസ് ചെയ്യുക. അപ്പം ഈ ഒരു ബട്ടനാണ്, ഈ ഒരു പ്ലേ സ്റ്റോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം താഴത്തോട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ താഴത്തോട്ട് പോകുന്നതായിരിക്കും. മുകളിലോട്ടുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ടും പോകുന്നതാണ്. ഞാൻ എന്തായാലും ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെ സെലക്ട് ചെയ്യാണ്. അപ്പം അതിനുശേഷം ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഫോണിൽ നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇത് ടി വി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റപ്പ് വിത്ത് റിമോട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെർച്ചിങ് ഫോർ നെറ്റ്വർക്ക്സ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മുടെ വൈഫൈ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഇവിടെ കാണും. ഇനി അതല്ല ഫോണായിട്ട് കണക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കാവുന്നതാണ്. ഇപ്പോൾ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയതിന് ശേഷം വൈഫൈ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീസ്കാൻ ഫോർ വൈഫൈ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഒന്നും കൂടി അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു വൈഫൈ നെറ്റ്വർക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പം എനിക്ക് ഈ ഒരു വൈഫൈയിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആ ഒരു വൈഫൈ സെലക്ട് ചെയ്യാണ്. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു വൈഫൈയുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് എൻ്റർ ചെയ്യാം. അതിനുശേഷം ഞാൻ കണക്റ്റിൽ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പം കണക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയൊരു പേജിൽ എത്തുന്നതായിരിക്കും. ഇപ്പം അപ്ഡേറ്റ്സിന് ചെക്ക് ചെയ്യുന്നുണ്ട്, കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം അപ്ഡേറ്റിംഗും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് നമ്മുടെ ആമസോൺ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആമസോണിൻ്റെ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ന്യൂ ടു ആമസോൺ ക്രിയേറ്റ് എ ഫ്രീ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, മിക്കവാറും നിങ്ങൾക്ക് ഒരു ആമസോൺ അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പം ഈ ഒരു ഫയർ സ്റ്റിക്കിൻ്റെ മെയിൻ സെയിൽ നടക്കുന്നത് ആമസോണിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പം ഒരു ആമസോൺ അക്കൗണ്ട് എന്നായിരിക്കും ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. അതേ സെയിം ആമസോൺ അക്കൗണ്ട് ഇവിടെ കൊടുത്താൽ മതി. നിങ്ങളുടെ ആമസോൺ ഷോപ്പിംഗ് ആപ്പിൽ യൂസ് ചെയ്യുന്ന സെയിം അക്കൗണ്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഹാവ് എ അക്കൗണ്ട് സൈൻ ഇൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫോണിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ടി വിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടാവും, ഈ ഒരു ബട്ടണിലാണ്, ഈ ഒരു 3 വരെയുള്ള ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യണം. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്റ്ററിങ് യുവർ ആമസോൺ ഫയർ ടി വി എന്നുള്ളത് കാണാൻ പറ്റും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇതല്ല അക്കൗണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്.
കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും അതിനുശേഷം നമ്മളോട് വൈഫൈ പാസ്വേഡ് ഒക്കെ സേവ് ചെയ്യട്ടെ എന്ന് വെക്കുന്നുണ്ട്. അത് എസ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ചെക്കിംഗ് ഫോർ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം ഞാൻ മുമ്പ് ഈ ഒരു സെയിം അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കപ്പ് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബാക്കപ്പ് ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് എത്തും. ഇപ്പം ഞാൻ ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തൽക്കാലം റിസ്റ്റോർ കൊടുക്കുകയാണ്. റിസ്റ്റോർ കൊടുത്തിട്ട് എൻ്റെ ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചോളണം എന്നില്ല. എന്തായാലും നിങ്ങൾ അടുത്ത ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇപ്പം നമ്മളോട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പം നോ താങ്ക്സ് എന്നുള്ളത് കൊടുത്തിട്ട് നമുക്ക് പിന്നീട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് ചില ആപ്പുകൾ വേണം. ഇപ്പം ഇതിൽ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് ഇതുപോലുള്ള ആപ്പുകളൊക്കെ എനിക്ക് വേണ്ടതാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് സെലക്ട് ചെയ്യാണ്, നെറ്റ്ഫ്ലിക്സ് സെലക്ട് ചെയ്യാണ്, പിന്നെ സോണി ലിവ് സെലക്ട് ചെയ്യാണ്, Z5 സെലക്ട് ചെയ്യാണ്. മറ്റേ 2 ആപ്പുകൾ എനിക്ക് വേണ്ട. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്, നെക്സ്റ്റിക്കുള്ള ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ആപ്പുകൾ കാണാൻ പറ്റും. ഇതിൽ ഞാൻ ഡിസ്നി ഹോട്ട്സ്റ്റാർ, ജിയോ സിനിമ, MX പ്ലെയർ, അതുപോലെ തന്നെ എക്സ്ട്രീം പ്ലേ ഇതൊക്കെ സെലക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. അപ്പം ഇതിലുള്ള ആപ്പുകൾ എനിക്ക് വേണ്ട. അപ്പം ഞാൻ നെക്സ്റ്റിക്ക് വീണ്ടും പോവാണ്. അപ്പം ഇതിലും കുറച്ച് ആപ്പുകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിലുള്ള ആപ്പുകളും വേണ്ട. അപ്പോൾ ഞാൻ താഴെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫിനിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ പാരന്റൽ കൺട്രോൾ സെറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പെയ്ഡ് ആയിട്ടുള്ള പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ആപ്പുകൾക്കൊക്കെ റെസ്ട്രിക്ഷൻസ് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. അപ്പം പാരന്റൽ കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം. അതിനിവിടെ എനേബിൾ പാരന്റൽ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ നോ പാരന്റൽ കൺട്രോൾസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിൽ എത്തും. ഇതിൽ ഗോട്ട് ഇറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പ്രൊഫൈൽ തന്നെ സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഫൈൽ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ആമസോൺ ഫയർ TV സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നാവിഗേഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. ഇപ്പം സൈഡിലോട്ടുള്ള ബട്ടൺസും മുകളിലോട്ടും താഴത്തോട്ടുള്ള ബട്ടൺസ് ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റർ അടിക്കാൻ ഇവിടെ സെൻറ്ററത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അത് എൻ്റർ ആവുന്നതായിരിക്കും. ഇനി പുതിയ ആപ്പുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിലോട്ട് പോവുക. അപ്പം ഞാൻ ഈ ഒരു ഇതിലോട്ട് പോവാണ്. അപ്പം ഇതിലോട്ട് പോയാൽ താഴെ ഗെറ്റ് മോർ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ആപ്പ് സ്റ്റോറിൽ നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം ഇവിടെ കുറേ ആപ്പുകളുണ്ട്. അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക. അതിന് നടുവത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇനി ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നമുക്ക് കുറേ ആപ്പുകൾ കാണാൻ പറ്റും. ഇനി ഫുൾ ആപ്സ് കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു പേജിലോട്ട് വരിക. എന്നിട്ട് മൈ ആപ്സ് സെലക്ട് ചെയ്യുക. മൈ ആപ്സ് സെലക്ട് ചെയ്താൽ നമുക്കിവിടെ ഫുൾ ആപ്പുകൾ കാണാൻ പറ്റും. അപ്പം ഇതിൽ ഞാനൊരു എക്സാമ്പിളിന് യൂട്യൂബ് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഇതിലോട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ലോഗിൻ ചെയ്യാതെ യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഏത് ആപ്പുകളും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആമസോൺ ഫയർ സ്റ്റിക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.